ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഗെറ്റ് എന്ന സ്പെഷ്യൽ വെർബുമായി ബന്ധപ്പെട്ട കുറച്ച് ഡെയിലി യൂസ് സെൻറ്റൻസുകളാണ് നോക്കാൻ പോകുന്നത്. ഗെറ്റിൻ്റെ വ്യത്യസ്തമായ എല്ലാ അർത്ഥങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കുറെ മുൻപ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്നല്ല രണ്ട് വീഡിയോ ഉണ്ട്. കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്കായി താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, എടുത്ത് കാണാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നേറ്റീവ് സ്പീക്കേഴ്സ് കൂടുതലായിട്ട് വ്യത്യസ്തമായ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നൊരു വെർബാണ് ഗെറ്റ്. പ്രത്യേകിച്ചും സിറ്റുവേഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ മീനിങ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ സെൻറ്റൻസിലേക്ക് പോവാം. അതിനെ കിട്ടുക എന്നർത്ഥത്തിൽ ടു റിസീവ് സംതിങ് ഫ്രം സമ്മൺ, സ്വീകരിക്കുക എന്നർത്ഥത്തിൽ ഗെറ്റ് യൂസ് ചെയ്യാം. എനിക്ക് നിൻ്റെ മെസ്സേജ് കിട്ടി, ഐ ഗോട്ട് യുവർ മെസ്സേജ്. അല്ലെങ്കിൽ ഇമെയിൽ കിട്ടി, ഐ ഗോട്ട് യുവർ ഇമെയിൽ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വേർഡാണ് ഗോട്ട് അല്ലെങ്കിൽ ഗെറ്റ്. ഗോട്ട് എന്നത് ഗെറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ്. ഗെറ്റാണ് ബേസ് വെർബ്. ഒരാളെ അഭിനന്ദിക്കുകയാണ് പ്രമോഷൻ കിട്ടിയതിന്. കൺഗ്രാറ്റ്സ്, യു ഫൈനലി ഗോട്ട് ദി പ്രമോഷൻ. യു ഫൈനലി ഗോട്ട് ദി പ്രമോഷൻ. അപ്പോൾ ഗോട്ട് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ പറയാൻ പറ്റും. നിനക്ക് കിട്ടിയോ, ഡിഡ് യു ഗെറ്റ്. ഡിഡ് യു ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കിട്ടിയോ, നിനക്ക് കിട്ടിയില്ലേ. ഡിഡിൻറ്റ് യു ഗെറ്റ്, നിനക്ക് കിട്ടിയില്ലേ. ഡിഡിൻറ്റ് യു ഗെറ്റ്. ഇവിടെ ഗോട്ട് അല്ലെങ്കിൽ ഗെറ്റ്, ഗെറ്റിന് മനസ്സിലാവുക എന്നൊരു അർത്ഥമുണ്ട്. മനസ്സിലാവുക, അണ്ടർസ്റ്റാൻഡ് എന്നതിന് പകരം നമുക്ക് ഇവിടെ ഗെറ്റ് യൂസ് ചെയ്യാം. സിമ്പിളായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഗെറ്റാണ് ബെറ്റർ. ഐ ഗോട്ട് എന്നത് എനിക്ക് മനസ്സിലായി എന്നർത്ഥത്തിലും എടുക്കാം. അത് സിറ്റുവേഷൻ അനുസരിച്ചാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടതെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. നിനക്ക് മനസ്സിലായോ, നിനക്കിത് മനസ്സിലായോ. ഡിഡ് യു ഗെറ്റ് ഇറ്റ്. ഡിഡ് യു ഗെറ്റ് ഇറ്റ്, എനിക്ക് മനസ്സിലായി. യെസ് ഐ ഗോട്ട്. യെസ് ഐ ഗോട്ട് പാസ്റ്റിലാണ് പറയുക അല്ലേ. മനസ്സിലായി എന്ന് പറയുമ്പോൾ പാസ്റ്റാണ്. യെസ് ഐ ഗോട്ട്. നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഐ ഗോട്ട് വാട്ട് യു മീൻ. നീ ഉദ്ദേശിച്ചത് എന്താണ്, എനിക്ക് മനസ്സിലായി. ഐ ഗോട്ട് വാട്ട് യു മീൻ. അതുപോലെ നമുക്കൊരു പ്രത്യേകിച്ചൊരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് വഴി ചോദിക്കാനായിട്ട് നമുക്ക് ഗെറ്റ് ഉപയോഗിച്ച് എങ്ങനെ ചോദിക്കാമെന്ന് നോക്കാം. ബസ് സ്റ്റേഷനിലേക്ക് എങ്ങനെ എത്തും. ഹൗ ടു ഗെറ്റ് ദ ബസ് സ്റ്റേഷൻ. ഹൗ ടു ഗെറ്റ് ദ ബസ് സ്റ്റേഷൻ. അപ്പം നമുക്കിത് വിടാം അല്ലെങ്കിൽ നമുക്കിത് ഉപേക്ഷിക്കാം, ഒഴിവാക്കാം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഗെറ്റ് റിഡ് യൂസ് ചെയ്യാം. ഗെറ്റ് റിഡ് ഇതൊരു ഫ്രേസാണ് ഗെറ്റ് വെച്ചിട്ടുള്ള. ഗെറ്റ് റിഡ്, ലെറ്റ്സ് ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്. ലെറ്റ്സ് ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ് എന്ന് വെച്ചാൽ നമുക്കിത് വിടാം, അല്ലെങ്കിൽ നമുക്കിത് കളയാം, ഉപേക്ഷിക്കാം, ഒഴിവാക്കാം എന്നുള്ള അർത്ഥത്തിലാണ് ഗെറ്റ് റിഡ് ഇവിടെ യൂസ് ചെയ്യുന്നത് ലെറ്റിൻ്റെ കൂടെ. ലെറ്റ്സ് ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്. കൊണ്ടുവരിക അല്ലെങ്കിൽ ബ്രിങ് എന്നതിന് പകരമായിട്ട് നമുക്ക് ഗെറ്റ് യൂസ് ചെയ്യാം. കൊണ്ടുവരിക. എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരാമോ ഒക്കെ എങ്ങനെ സാധാരണ ചോദിക്കുക. കുറച്ച് വെള്ളം കിട്ടുമോ എന്നൊക്കെ അല്ലേ, എന്ന രീതിയിലാണ്. അങ്ങനെയും എടുക്കാം. ഇത് നല്ല പരിചയവും നല്ല അടുപ്പവും ഒക്കെ ഉള്ളവരോടാണെങ്കിൽ നമുക്ക് ക്യാൻ യൂസ് ചെയ്ത് ചോദിക്കാം. ക്യാൻ വെച്ചിട്ട് ക്യാൻ യു ഗെറ്റ് മീ സം വാട്ടർ. ക്യാൻ യു ഗെറ്റ് മീ സം വാട്ടർ എന്ന് ചോദിക്കാം. ഇനി അല്ലാത്തവരോടാണെങ്കിൽ നമുക്ക് കുഡ് വെച്ച് കുറച്ചുകൂടി പൊളൈറ്റായിട്ട് വേണം ചോദിക്കാൻ. കുഡ് യു പ്ലീസ് ഗെറ്റ് മീ സം വാട്ടർ. കുഡ് യു പ്ലീസ് ഗെറ്റ് മീ സം വാട്ടർ. അപ്പോൾ ഏതൊരു കാര്യവും നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ പൊളൈറ്റ്നെസ് ക്വസ്റ്റ്യനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഗെറ്റ് യൂസ് ചെയ്യാം. എങ്ങനെയാണ് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഗെറ്റ് യൂസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, അവൾ പരിഭ്രമിച്ചു. ഷീ ഗോട്ട് നെർവസ്. ഷീ ഗോട്ട് നെർവസ്. ഗോട്ട് പാസ്റ്റിലാണ് പറയുന്നത്, പരിഭ്രമിച്ചു എന്നാണ്. ഷീ ഗോട്ട് നെർവസ്. അവൾ ദേഷ്യപ്പെട്ടു. ഷീ ഗോട്ട് ആംഗ്രി. അവൾ ദേഷ്യപ്പെട്ടു. ഷീ ഗോട്ട് ആംഗ്രി. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഡോണ്ട് ഗെറ്റ് മീ റോങ്. ഡോണ്ട് ഗെറ്റ് മീ റോങ്, എന്നെ തെറ്റായി ധരിക്കരുത്. അതുപോലെ ഗെറ്റിനെ ING ഫോം, അങ്ങനെ ആവുന്നു എന്നർത്ഥത്തിൽ യൂസ് ചെയ്യാം. ഗെറ്റിംഗ്. ഫോർ എക്സാമ്പിൾ, ഇരുട്ടാവുകയാണ്, നേരം ഇരുട്ടാവുകയാണ്. ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്ക്. ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്ക്, നേരം ഇരുട്ടാവുകയാണ്. അതുപോലെ നമ്മൾ വൈകുകയാണ്, വല്ലത്തും പോയി വരുമ്പോൾ നമ്മൾ പറയാണ് നമ്മൾ വൈകുകയാണ്, വേഗം പോവാം. വി ആർ ഗെറ്റിംഗ് ലേറ്റ്. വി ആർ ഗെറ്റിംഗ് ലേറ്റ്. ഇപ്പം ഞാൻ രാത്രിയിലാണ് വീട്ടിലെത്തിയത്. എങ്ങനെ പറയും? ഞാൻ രാത്രിയിലാണ് വീട്ടിലെത്തിയത്, എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഐ ഗോട്ട് ഹോം അറ്റ് നൈറ്റ്. ഐ ഗോട്ട് ഹോം അറ്റ് നൈറ്റ്, രാത്രിയിലാണ് വീട്ടിലെത്തിയത്. അവർ വിവാഹിതരാവുകയാണ്. ദേ ആർ ഗെറ്റിംഗ് മാരീഡ്.
അവൾ വിവാഹം കഴിച്ചു. ഷി ഗോട്ട് മാരീഡ്. ഷി ഗോട്ട് മാരീഡ്. ദെൻ നെക്സ്റ്റ് എന്ന് എനിക്കവിടെ എത്താൻ കഴിയില്ല. എനിക്കവിടെ എത്താൻ കഴിയില്ല എന്നിങ്ങനെ പറയും. കഴിയില്ല എന്നുള്ളതിന് ക്യാൻ കഴിയും, കാൺ കഴിയില്ല. ഐ കാൺ ഗെറ്റ് ദെയർ. ഐ കാൺ ഗെറ്റ് ദെയർ. എനിക്കവിടെ എത്താൻ കഴിയില്ല. എനിക്കവിടെ എത്താൻ പറ്റിയില്ല അല്ലെങ്കിൽ കഴിഞ്ഞില്ല എന്ന് പറയാൻ ഐ കുഡിൻ ഗെറ്റ് ദെയർ. ഐ കുഡിൻ ഗെറ്റ് ദെയർ. അപ്പോൾ കുഡ് കഴിഞ്ഞു, കുഡിൻ കഴിഞ്ഞില്ല, നെഗറ്റീവ്. ഐ കുഡിൻ ഗെറ്റ് ദെയർ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചോദിക്കുന്നതാണ് എന്ത്, നീ അവിടെ കൃത്യസമയത്ത് എത്തിയോ? ലേറ്റായിട്ടൊക്കെയാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുക? ഗെറ്റ് വെച്ച് ഡിഡ് യു ഗെറ്റ് ദെയർ ഓൺ ടൈം. ഡിഡ് യു ഗെറ്റ് ദെയർ ഓൺ ടൈം. ഓൺ ടൈം എന്ന് പറയുമ്പോൾ കൃത്യസമയം കാണിക്കാനാണ് നമ്മൾ ഓൺ ടൈം ഉപയോഗിക്കുന്നത്. ഡിഡ് യു ഗെറ്റ് ദെയർ ഓൺ ടൈം. സമയത്തിന് അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യന് ആൻസറായിട്ട് എന്ത് പറയും? സോറി ഐ കുഡിൻ ഗെറ്റ് ഓൺ ടൈം. സമയത്തിന് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയും ഐ കുഡിൻ ഗെറ്റ് ഓൺ ടൈം. എത്താൻ കഴിഞ്ഞില്ല എന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയുമാണ് ഗെറ്റ് യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസുകൾ. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു കൂട്ടം സെൻറ്റൻസുകളുമായി നെക്സ്റ്റ് ടൈം വരാം. ബൈ.